ഹലോ ഫ്രണ്ട്സ്, ഞാൻ സോയസ് ചെയ്യുന്നത്. അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു പോകുന്നത് നമ്മുടെ ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ പുതിയ ഗെയിം വന്നിട്ട്, അതായത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഗെയിമിൻ്റെ കമ്പനിയായ മെലിയോ ഗെയിംസിൻ്റെ തന്നെ ഏറ്റവും പുതിയ ഗെയിമാണ് നമ്മുടെ ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഗെയിമാണ്. ഏകദേശം 500 MB താഴെ സൈസ് വരുന്ന ഗെയിമാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്നുള്ളൊരു ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചു പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ ഇടുക. നമുക്ക് ഞാൻ വീഡിയോയിൽ പോകാം. അപ്പോൾ അതേ നമ്മളിപ്പോൾ ജസ്റ്റ് ഗെയിം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തല്ലോ. അപ്പോൾ ഇതാണ് ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും സ്റ്റാർട്ടായി വരിക. ശരിക്കും നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ അതേ ഇൻ്റർഫേസ് സംഭവങ്ങളൊക്കെ തന്നെയാണ്. ബസ്സിന് പകരം ട്രക്കാണെന്നുള്ളതാണ്. പിന്നെ കുറച്ച് മാപ്പുകൾ സംഭവങ്ങളൊക്കെ പുതിയ വന്നിട്ട് തോന്നുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഫ്രീ മോഡ് എടുത്ത് നോക്കാം. അതിനുശേഷം ഇതിലേതെങ്കിലും ഒരു മാപ്പ് എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ലോഡാവും. ലോഗിങ് ഏരിയ എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് സൈഡിൽ. പർച്ചേസ് ന്യൂ ട്രക്ക്, ഹയർ ട്രക്ക് ക്ലാസ് ഇൻക്രീസസ് യുവർ ഏണിംഗ്. അപ്പോൾ പുതിയ പുതിയ ട്രക്കുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഗാരേജിൽ. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് തന്നെ ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. അതിന് ശേഷം ബാക്കി സംഭവങ്ങളൊക്കെ നോക്കാം. നമ്മുടെ ഇൻറ്റീരിയർ, അതേപോലെ തന്നെ ട്രക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ ജസ്റ്റ് ഒന്ന് എനിക്ക് അറിയണം. ട്രക്ക് സിമുലേറ്റർ ID, അതാണ് അതിൻ്റെ ഷോർട്ട് ഫോം അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ട്രക്ക്, നമ്മുടെ ഫസ്റ്റത്തെ ട്രക്ക്. ഇൻറ്റീരിയർ ഈ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ വൈപ്പർ, അതേപോലെ തന്നെ ടോട്ടൽ ലുക്ക് 360 ഡിഗ്രി ലുക്ക് ഇതാണ്. മെലിയോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഇൻറ്റീരിയർ വ്യൂ ഇട്ട് ഓടിച്ചു നോക്കാം, അതായിരിക്കും നല്ലത്. ട്രക്കാണെങ്കിലും പെട്ടെന്ന് നല്ല സ്പീഡ് കയറുന്നുണ്ട്, ഓടിക്കാൻ രസമുണ്ട്, നല്ല സുഖമുണ്ട്. 80, 100 ആവാതായിട്ട് വണ്ടികളൊന്നും അധികം കാണില്ല. അപ്പുറത്ത് കൂടെയൊക്കെ പോകേണ്ടത് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ആ സൈഡൊക്കെ ഒന്ന് പോയി നോക്കാം. വലിയ വലിയ ട്രക്കുകൾ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. ലൊക്കേഷനൊക്കെ മാറിയ പോലെ ഉണ്ട് ചെറുതായിട്ട്. വേറെ വേറെ മാപ്പുകളും സംഭവങ്ങളൊക്കെ. നമ്മുടെ ജസ്റ്റ് വഴിയൊന്ന് തെറ്റിപ്പോയി തോന്നുന്നു. നമ്മുടെ ഫുട്പാത്തിൽ കൂടെയൊക്കെ പോകണമെന്ന്. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് തിരിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് അത്യാവശ്യമല്ല, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ കൺട്രോളിംഗ് ഒക്കെ നല്ല സുഖമുണ്ട്. എനിക്ക് ഈ ട്രക്കിൻ്റെ സ്പീഡും അതേപോലെ തന്നെ കൺട്രോളിംഗ് ഒക്കെ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതിൻ്റെ മാപ്പും നല്ല രീതിയിൽ മാറിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല ലൊക്കേഷനൊക്കെ. ഈ ലൊക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല അധികം. ഞാൻ കാണാത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും അത്യാവശ്യം നല്ല അടിപൊളി ലൊക്കേഷൻ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് വണ്ടി ഒന്ന് നിർത്താം. അപ്പോൾ വണ്ടി നിർത്തി. അപ്പോൾ ഇതാണ് ടോട്ടൽ ലുക്ക് വരുന്നത്. അത് നമ്മൾ ജസ്റ്റ് സൈഡ് ഒന്ന് കൊണ്ടിടിച്ച്. അപ്പോൾ എന്തായാലും അതേപോലെ തന്നെ ഇൻറ്റീരിയർ വ്യൂ, എക്സ്റ്റീരിയർ വ്യൂ, അതിൽ വണ്ടികളൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ എന്തായാലും പിന്നെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ്, ഹെഡ് ലൈറ്റ് ഇതാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹസാർഡ് 2 സൈഡിൽ ഇതാണ്. പിന്നെ റേഡിയോ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡോർ ജസ്റ്റ് തുറന്ന് നോക്കാം. ഇതാണ് ഡോർ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്കി ഹോം സ്ക്രീനിൽ പോയി ബാക്കി സംഭവങ്ങളൊക്കെ നോക്കാം. വലിയ വലിയ ട്രക്കുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ട്രക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ചെറിയ വണ്ടിയാണെന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി. നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടിയൊക്കെ വാങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടൽ ഗെയിമിൻ്റെ ലുക്ക് വരുന്നത്. നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യത്തിൻ്റെ ഏകദേശം. അതിൽ ട്രക്കും വേറെ കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടത്തിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ ഇടുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.